നിങ്ങൾ ഈ വിട്ടുവേദനയ്ക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കാം. നമ്മളിന്ന് വായിച്ചത് എഫേസ്യ ലേഖനത്തിലെ 2-ാം അധ്യായമാണ്. അതിൽ നമ്മൾ വായിച്ചത് 1-ാം വാക്യം തന്നെ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു എന്നാണ് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ വചനത്തെ ഒന്ന് സ്വീകരിപ്പാനായിട്ട് ഇടയായിരുന്നു. ഈ എഫേസ്യ ലേഖനത്തിൻ്റെ എഴുതിയ പശ്ചാത്തലം എന്താണ്, ഉദ്ദേശം എന്താണെന്ന് ഞാനിവിടെ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അറിയാവുന്നവർ ഒന്ന് കരങ്ങാം. പണ്ടൊരു പാസ്റ്റർ സഭയിൽ സ്ഥലം മാറി വന്നു. അദ്ദേഹം വളരെ ഒരു ബ്ലെസ്ഡ് മെസ്സേജ്, ഉണർവുണ്ടാക്കുന്ന ഒരു സന്ദേശം സഭയിൽ പറഞ്ഞു. സഭയിലെ സന്ദേശമെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും കണ്ടു കേട്ട് അദ്ദേഹം പോയിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷം. നമ്മുടെ പാസ്റ്റർ എന്നാ നല്ല മെസ്സേജാണ്. പഴയ പാസ്റ്ററുടെ മെസ്സേജൊക്കെ കേട്ട് മടുത്തിരുന്നപ്പം പുതിയ ശൈലിയും പുതിയ ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷം. പിറ്റേ ആഴ്ച വന്നു, തിരുവചനം വായിച്ചു. അതേ മെസ്സേജ് അദ്ദേഹം അന്നും പറഞ്ഞു. വിശ്വാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാസ്റ്റർക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മറന്നുപോയി കാണും. പുതിയതാണല്ലോ വേണ്ടത്. വിശ്വാസികൾക്ക് വേണ്ടത് ശിഷ്യന്മാരല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ശിഷ്യന്മാരാരാണെന്ന് പറഞ്ഞു. ശിഷ്യന്മാരല്ല, അവർ വിശ്വാസികളാണ്. അവർക്ക് ഈ പഴയ മെസ്സേജ് 2-ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്നാലും അവർ സന്തോഷത്തോടൊക്കെ സഹിച്ചൊക്കെ ഇരുന്നു. ആ ആഴ്ചയിലും അവരെല്ലാവരും സന്തോഷത്തോടെ. 3-ാമത്തെ ആഴ്ചയിലും പാസ്റ്റർ വന്നിട്ട് അതേ മെസ്സേജ് പറഞ്ഞു. അവസാനം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എങ്ങനെ വന്ന പുതിയ പാസ്റ്റർ പിണക്കാവോ? പറ്റത്തില്ല. ഒടുക്കം ധൈര്യം സംഭരിച്ച് ഒരമ്മച്ചി, പക്ഷേ വളരെ നല്ല മെസ്സേജായിരുന്നു. അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെസ്സേജ്. അതെ, നല്ലത്. പക്ഷേ പാസ്റ്റർ സംശയം ചോദിച്ചോട്ടെ, അതിനെന്താ ചോദിച്ചു. പാസ്റ്റർക്ക് വേറെ പ്രസംഗമൊന്നും അറിയത്തില്ലേ? പാസ്റ്റർക്ക് ഒരു പ്രസംഗം മാത്രമേ അറിയത്തുള്ളൂ? അമ്മച്ചി, എനിക്കൊരു പ്രസംഗമൊന്നുമല്ല. ബൈബിളിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ പ്രസംഗമുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ പ്രസംഗിക്കാനറിയാം. അല്ല, പാസ്റ്റർ മറന്നുപോയതാണോ? ആദ്യത്തെ ആഴ്ചയെ പ്രസംഗിച്ചപ്പോൾ നല്ലതായിരുന്നു. 2-ാമത്തെ ആഴ്ചയിൽ കുഴപ്പമില്ല. 3-ാമത്തെ ആഴ്ചയിൽ ഞാൻ കേട്ടു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സംശയം കൊണ്ടത് ചോദിച്ചതേ ഉള്ളൂ. അമ്മച്ചി, ഞാൻ എന്താ പ്രസംഗിച്ചെന്ന് അമ്മച്ചിക്കെന്നറിയാം. 3 ആഴ്ച ഞാൻ പ്രസംഗിച്ചല്ലോ. അത് പാസ്റ്റർ ഞാൻ കേട്ട ഉടനെ അങ്ങ് മറന്നു. എനിക്കത് കിട്ടുന്നില്ല. പാസ്റ്റർ എവിടെയാണ് വായിച്ചത്, എന്താണ് പറഞ്ഞത്? അപ്പം 3 ആഴ്ച വായിച്ചിട്ട് അമ്മച്ചിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഈ 4-ാമത്തെ ആഴ്ചയിൽ ഞാൻ എന്താ പറയേണ്ടത്? ഈ പറഞ്ഞ വചനം നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിവുണ്ടാകാനല്ലേ പറഞ്ഞത്, ഹൃദയത്തിനകത്ത് കയറാനാണ് പറയുന്നത്. ഇത് കയറിയില്ലെങ്കിൽ ഞാനിവിടുന്ന് പോകുന്നവരെ ഈ ഒറ്റ പ്രസംഗമേ പ്രസംഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാനും അങ്ങനെ തുടർന്നാലോ എന്ന് അങ്ങ് ചിന്തിക്കുക. ഏകദേശം എല്ലാ ആഴ്ചയിലും ഞാനൊരേ മെസ്സേജാണ് പറയുന്നത്. ഇന്നും കൂടെ അത് കേൾക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയപ്പെട്ട സഭ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ അവിടെ ചെന്ന് ദൈവസഭ സ്ഥാപിച്ചു. ഏകദേശം 3 വർഷം പൗലോസ് അവിടെ താമസിച്ച് സഭാ ശുശ്രൂഷ ചെയ്ത് ദൈവവചനത്തിൻ്റെ കറ തീർന്ന സത്യങ്ങൾ പഠിപ്പിച്ചു.
പഠിപ്പിച്ചിട്ട് പോയിട്ട് പിന്നെയാണ് മറ്റ് ദൈവദാസന്മാരെ അങ്ങോട്ട് അയച്ചത്, തനിക്ക് മറ്റ് പല ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ. പക്ഷേ പൗലോസ് പിന്നീട് മനസ്സിലാക്കി, ഇവർ ഇപ്പോഴും ഭിക്ഷക്കാരാ, ഇവർ ശിഷ്യന്മാരായിട്ടില്ല. മക്കളെന്ന് പറയുന്നും കൊണ്ട്, വിശ്വാസിയെന്ന് പറഞ്ഞും കൊണ്ട് ശിഷ്യത്വത്തെ മറന്ന് അവർ കേവലം ദരിദ്രരായി ഭിക്ഷാടകരെ പോലെ, യാചകരെ പോലെ ആയിരിക്കുന്നു. പിന്നെ ദൈവസഭയെക്കുറിച്ച് കർത്താവ് പറയാനുള്ള കാര്യമാണ്, ഭിക്ഷാടകര് എന്തെങ്കിലുമൊക്കെ കിട്ടും, അതും വേണ്ട, അതും ഇപ്പം വേണ്ട. കാരണം ഞങ്ങൾക്ക് ഈ അതിൽ വേറെ പ്രസംഗമൊക്കെ പാസ്റ്റർമാരുടെ കേൾക്കാറുണ്ടല്ലോ എന്നേ. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തു ശിഷ്യത്വം മാത്രമേ പഠിപ്പിക്കൂ. ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് ഇനി പറഞ്ഞില്ല, നമ്മളെ വേണ്ട വിധത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിച്ചേ പറ്റൂ. ശിഷ്യന്മാർക്ക് മാത്രമേ അവൻ്റെ കൂടെ തേജസ് പ്രാപിക്കാൻ പറ്റൂ. കർത്താവ് വളർത്തിയെടുക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 ശിഷ്യന്മാർ ഈ സഭയിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നോട് ചോദിക്കരുത്, പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ എന്നോട് കേടപേക്ഷിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചിന്തിക്കുന്നത് ആ നിത്യ തേജസ്സിൽ അവർ മാത്രമേ കാണുള്ളൂ. സ്വർഗത്തിൽ നിങ്ങളെല്ലാവരും കാണും. ആ തേജസ്സിൽ കർത്താവ് വാർത്തെടുക്കുന്നത് ശിഷ്യന്മാരെയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നും യാചകരെ പോലെ ഇങ്ങനെ വന്ന് വല്ലതും കിട്ടും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭിക്ഷാടകരെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് എന്ത് ചെയ്യണം? നമുക്കങ്ങ് ജീവിതത്തിൻ്റെ ബദ്ധപ്പാടാണ്. ഞാൻ പറഞ്ഞു, ആരാണ് ശിഷ്യനെന്ന് ഞാൻ വെറും കമ്പിവാക്കുകളിലെ പറയുവാനിടയായി തീർന്നു. ഒന്ന്, നിന്നെ തന്നെ വെറുത്ത് നിന്റെ ക്രൂശെടുക്കാതെ എൻ്റെ ശിഷ്യനാകാൻ നിനക്ക് പറ്റത്തില്ല. നിന്നെ വെറുക്കാത്തിടത്തോളം കാലം, നിന്റെ ക്രൂശ് സന്തോഷത്തോടെ ചുമക്കാത്തിടത്തോളം കാലം കർത്താവിനെ നിനക്ക് അനുഗമിക്കാൻ പറ്റുന്നില്ല, നീ ശിഷ്യനല്ല. ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ തന്നെ തികച്ചും വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. നിങ്ങൾക്ക് 1000 പ്രസംഗങ്ങൾ കേൾക്കാം, പ്രസംഗങ്ങൾ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രസംഗം കേട്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാകണം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ഭവനമായി നിങ്ങൾ വളരണം. നിങ്ങൾ എൻ്റെ വചനത്തിൽ, യോഹന്നാൻ 8:31, നേരത്തെ ഞാൻ പറഞ്ഞത് വളരെ ഫലം കായ്ക്കണം. യോഹന്നാൻ 15:8, വളരെ ഫലം കായ്ക്കാതെ എന്തെങ്കിലും ഒരു ഫലം ഈ 2024 നിങ്ങൾ കർത്താവിന് കിട്ടിയോ? വളരെ ഫലം കായ്ക്കണം എൻ്റെ ശിഷ്യനാകണമെങ്കിൽ. അല്ലെങ്കിൽ സ്വയം വിധിക്കണം, ഇന്ന് വിധിക്കണം, ഞാനൊരു ശിഷ്യനല്ല, എനിക്ക് ശിഷ്യനാകണം. ഹല്ലേലൂയ. എന്നേക്കാൾ അധികം അമ്മയെയോ അപ്പനെയോ ഭാര്യയോ ഭർത്താവോ മക്കളോ എന്തിനെങ്കിലും ഹൃദയം കൊടുക്കുന്ന ഒരുവൻ, മുന്നിൽ കാണുന്ന ഒരുവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. തമ്മിൽ കണ്ട് കെട്ടിപ്പിടിച്ച് ഇവിടുന്ന് പോകുന്ന അങ്ങനെ ആർക്കാരും വേണ്ടിയിട്ട് കാണിക്കാനല്ല. ഇവിടെ വന്ന് 1 മണിക്കൂറെങ്കിലും ഇരുന്ന് ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഈ സഹോദരൻ എങ്ങനെ സഭായോഗം തീരണം, ഓടണം. എന്താണ് അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്. ശിഷ്യനെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ? അതിനാ ലവ് ഫീസ്റ്റ് ഉണ്ടാക്കി, ലവ് ഫീസ്റ്റ് നിർത്തി. നിങ്ങൾ പറയണം ഇനി ലവ് ഫീസ്റ്റ് വേണമെന്ന്. നിങ്ങൾ പറയണം ഇവിടെ സ്നേഹവിരുന്നത്. ലവ് ഫീസ്റ്റിൻ്റെ അർത്ഥം സ്നേഹവിരുന്നതാണ്. സ്നേഹമില്ലാത്ത വിരുന്നതിന്. ഹല്ലേലൂയ. ഒരു വാക്കുപോലും തമ്മിൽ പറഞ്ഞാൽ ഇടർച്ച വരുന്ന, ഭാരം വരുന്ന ഈ ഒരു വ്യക്തികൾ തമ്മിൽ നേരം വെളുത്ത വൈകുന്നവരെ സംസാരിക്കുക. കാര്യങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ തമ്മിൽ പറ. ഇടർച്ച വരുത്തുന്നത്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഭാരം വരുത്തുന്നത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ കൊടുക്കരുത്. സ്നേഹം മാത്രമേ കൊടുക്കാവൂ. സ്നേഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്നേഹം എല്ലാം തുറന്നു പറയണം. അകത്ത് വെച്ചിരുന്നും കൊണ്ട് ഒരു ദിവസം പൊട്ടും. സ്നേഹമുണ്ടെങ്കിൽ ഇന്നത് കാണിച്ചു തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം വേണം.
അവരും എന്നോടും പറയണം. ഇതാണ് തമ്മിലുള്ള സ്നേഹം. ഈ ബന്ധമാണ് സഭ. ക്രിസ്തുവിൻ്റെ ശരീരമാണോ നമ്മൾ എങ്കിൽ ഇത്രയും ബന്ധം ഉണ്ടാകണം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ബുക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരാൾ ഇവിടെ തന്നു. എനിക്ക് ഇന്നലെ ഞാൻ കുറച്ച് ബുക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ കൊണ്ടു തന്നു. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ 1000 തരണമെന്നും 500 തരണമെന്നും 100 തരണമെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു ബുക്കിനുള്ള പൈസ നിങ്ങളുടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഒരു കടമയാണത്. അത് സ്നേഹത്തിൻ്റെ ലക്ഷണമാണത്. ഹല്ലേലൂയ. ചിലർ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ കണക്ക് കൂട്ടിയിട്ടായിരിക്കാം പിന്നെ പറയാമെന്ന് പറഞ്ഞില്ല. എന്നാൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചിന്തിക്കുന്നു, അവർ സഭയെ സ്നേഹിക്കുന്നവരാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാനങ്ങനെ ചിന്തിച്ചോട്ടെ. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ചില പ്രിയപ്പെട്ടവരറിയാം, അവർക്ക് 50 രൂപ എടുക്കാൻ നിവൃത്തിയില്ലാത്തവരാ. 50 രൂപ വേണം ഒരു ബുക്കിന്. ആ ഒരു ബുക്കിന് മേടിക്കാനുള്ള പൈസ ഇല്ലാത്തവർ അവർ കൊടുക്കരുത്. ഹല്ലേലൂയ. അല്ലാതെ 50 രൂപ എടുത്ത് മറിക്കാൻ കടം കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള ദൈവകാര്യങ്ങൾക്ക് ചിലവാക്കാൻ നമുക്ക് കഴിയണം. ശിഷ്യത്വത്തിലേക്ക് നടത്തപ്പെടണം. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സഭായോഗം മുടക്കുന്ന ഒരാൾ അവനൊരിക്കലും ശിഷ്യനാകത്തില്ല. 2, സഭയുടെ ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന 100 രൂപയുടെ ദശാംശം പുതിയ നിയമസഭയിലുണ്ടോ? ഇല്ല. ദശാംശം പുതിയ നിയമസഭയിലെ ഉപദേശമല്ല. പിന്നെന്താ പുതിയ നിയമസഭയുടെ ഉപദേശം? ഓഹരിയാണ്. ദശാംശത്തിന് മുകളിലാണ് കിട്ടുന്നതിൻ്റെ. അത് പാസ്റ്റർ, ഈ മാസം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നുപോയി, ഈ മാസം ഇച്ചിരി കഷ്ടത വന്നുപോയി. നീ ഒരു ശിഷ്യനല്ല, നീ ഒരു ദൈവ പൈതലെന്ന് അഭിമാനിക്കാം. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ എന്ത് തന്നെയായെന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തും പറയട്ടെ, കൃത്യമായി എനിക്ക് കിട്ടുന്നതിൻ്റെ എല്ലാറ്റിൻ്റെയും ഓഹരി. ഇവിടെ നമ്മുടെ പല സഹോദരങ്ങളും വന്നില്ല. വെള്ളം കയറി, കുട്ടനാട് പ്രദേശത്ത് വെള്ളം കയറിയിരിക്കുക. 2 ഒരാളെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഒരു അപകടം പറ്റി, ജോലിക്ക് പോകാൻ പറ്റിയില്ല പാസ്റ്റർ, ഒന്ന് വരാൻ ഞങ്ങൾക്ക് വണ്ടിക്കൂലിയില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. എനിക്ക് വളരെ വേദന തോന്നി. ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ സ്തുതി മാറ്റട്ടെ. ഹല്ലേലൂയ. അവരെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സ്വോത്രകാഴ്ച ദശാംശം കൊടുക്കാൻ എങ്ങനെ പറ്റുമവർക്ക്? പക്ഷേ വേദപുസ്തകം പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ദശാംശം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നു എന്നുള്ള പദമല്ല അവിടെ. ദൈവം നിനക്ക് തരുന്നു എന്നുള്ളതാണ്. ദൈവം എനിക്ക് 1000 രൂപ തന്നു, ഞാൻ അതിനകത്തുനിന്ന് 100 200 കൊടുത്തെന്നുള്ളതല്ല. ആ പദമേ തെറ്റ. ദൈവം എനിക്ക് 800 തന്നു എന്ന് പറയണം. ദൈവം എനിക്ക് 800 രൂപ ഇന്ന് തന്നു, 200 രൂപ ഞാൻ കൊടുത്തല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിച്ചു ചുമല് കൊടുക്കണം. സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരാ ചെയ്യേണ്ടത്? വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒരു കുടുംബം ഇവിടെ കർത്തൃമേശയുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അവരുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നും അത് ചെയ്യുന്ന അതൊരു സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ പറയുന്ന ദൈവസഭ എൻ്റെ വീടാണ്. എന്തുകൊണ്ടിത് വരുന്നു? ദാരിദ്ര്യം വഴിപോക്കനെ പോലെ നിന്റെ വീട്ടിലേക്ക് കയറി വരും. പോകുന്ന വഴിക്ക് നിന്റെ വീട്ടിലേക്ക് ദാരിദ്ര്യവും കടഭാരവും കയറി വരും. എന്താ കാരണം? ദശാംശം കൊടുക്കാത്ത ഒരു വീട്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓഹരി കൊടുക്കാത്തൊരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ കാശുണ്ടാകാം, ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകത്തില്ല. തികയത്തില്ല. എന്നും ബുദ്ധിമുട്ട്. ആ യുദ്ധവാണിയെപ്പോലെ പിന്തുടരും. വേദപുസ്തകം പറയുന്നത് തികച്ചും ഒരു പാപമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് ചില പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ അറിയാം, കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും കൊണ്ടുവന്ന ദശാംശം ഒരാഴ്ച എന്തെങ്കിലും കലശം വരാൻ പറ്റിയില്ലെങ്കിൽ അത് കൂട്ടി വെച്ചിട്ട് കൊണ്ടുവരുന്ന സഹോദരങ്ങളാണ്. ഇപ്പം കഞ്ഞി കുടിക്കാനായിട്ട് നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുക. എന്നിട്ട് എന്തെങ്കിലും എവിടുന്നെങ്കിലും കിട്ടിയാൽ അതിൻ്റെ ഓഹരി സൂക്ഷിച്ചു വെച്ച് അങ്ങനെയുള്ള എൻ്റെ സഹോദരങ്ങളെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, ഒരു ദൈവദാസൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന കാഴ്ച ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ തീർത്തിച്ച് പറയട്ടെ, ഒരു നല്ല ശിഷ്യൻ ദൈവത്തിൻ്റെ വേലയോട് ആത്മാർത്ഥമായ സഹകരണം, ദശാംശം കൊടുത്തിട്ട് ദൈവവേലയ്ക്ക് വിശേഷ വേലയ്ക്കും കൂടെ കടന്നു വരാൻ ഇടയാകണം.
അങ്ങനത്തെ ഒരു കാഴ്ചപ്പെട്ടു. ഞാൻ ചുരുക്കിയെന്ന് ഒരു മുഖവരിയായിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവൻ ഇപ്പോൾ യാചകനായി. ഇതാണ് ഞാൻ പറഞ്ഞത്. അനുഗ്രഹിക്കപ്പെട്ടവനാണ്, പക്ഷെ ഇപ്പം യാചകനായി. യാചകരെ പോലെ ജീവിതം കണ്ടപ്പോൾ അപ്പോസ്തലൻ അവർക്ക് എഴുതുക, നിങ്ങളെങ്ങനെ യാചകരായി? നിങ്ങളുടെ സമ്പത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എഫേസ്യർ 1-ാം വാക്യം അറിയാവുന്ന കരകെത്തിക്കേ കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖം എന്തായിരിക്കും? പരിശുദ്ധാത്മാവിൻ്റെ വേദന? എഫേസ്യർ 1:3 അറിഞ്ഞുകൂടെന്ന് പറയുന്ന ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ ലഭിക്കണം. ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ ഒരുപക്ഷെ റെഫറൻസ് പറഞ്ഞതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാഞ്ഞത്. സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടു. സ്വർഗത്തിലെ സകല അനുഗ്രഹം, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. അനുഗ്രഹം എന്താണെന്ന് 3, 4, 5, 6, 7, 8, 14 വരെ നിങ്ങളൊന്ന് വായിക്കണം വീട്ടിൽ പോയി. നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്താണ്? സ്വർഗത്തിലുള്ളതാണ്, ആത്മീയമാണ്. സ്വർഗത്തിലുള്ളതാണ്, ആത്മീയമാണ്, ക്രിസ്തുവിൽ കൂടെ കിട്ടിയതാണ്. നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഭിക്ഷാടകരായത്? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇത്രമാത്രം ശൂന്യമായി പോയത്? ആത്മീയമായ അനുഗ്രഹത്തിന് ചില തടസ്സങ്ങൾ. ഇത് നിങ്ങളോടൊന്ന് പറയാം, എങ്ങനെ പെട്ടെന്ന് പറയാം, സമയം കടന്നു പോവുക. ആത്മീയമായിരിക്കുന്ന നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ നിങ്ങളടുത്ത് ഒരു 4 പോയിൻ്റെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടണമെന്ന് ആഗ്രഹമാണ്. സഹകരിക്കുമോ? നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തടസ്സം, ഒന്നാമത്തെ തടസ്സം പാപമാണ്. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, എൻ്റെ അയക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഈ കസേര മാറ്റിയിട്ട് ദൈവമക്കളെ ശ്രദ്ധിക്കാം. ദൈവികമായ ദൈവം തന്ന സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾ പ്രൈസ് ദി ലോർഡ് തടസ്സപ്പെടും. അതിൻ്റെ ഒന്നാമത്തെ മോനെ അവിടെ കുത്തണേ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുന്ന കാരണങ്ങൾ എന്താണ്? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് കാത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് അനുഗ്രഹം വേണം എങ്കിൽ മതി. അനുഗ്രഹം വേണമെങ്കിൽ തടസ്സം ഒന്നാമത്തെ കാര്യം പാപമാണ്. പാപത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്ന് പറയാമോ? പാപമുണ്ട്, പാപങ്ങളുണ്ട്. പാപം എന്ന് പറയുന്നതിനെ ഞാൻ ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്ന എന്താണെന്ന് പറയാമോ? എന്താണ് പാപം? നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം പാപമാണ്. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം പാപമാണ്. പാപം ഒരാളിലുണ്ടെങ്കിൽ അവർക്ക് അനുഗ്രഹിക്കപ്പെടാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. ദയവായിട്ട് ശ്രദ്ധിക്കുക. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് അനുഗ്രഹം കിട്ടത്തില്ല. ക്രിസ്തുവിലൂടെ നമുക്ക് തരുന്ന അനുഗ്രഹം ഒന്നാമത്തേത് പാപം എന്താണെന്ന് ഞാനൊന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ച് ബൈബിളിൽ പാപമെന്ന് പറയുന്നതും പാപങ്ങളെന്ന് പറയുന്നതും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാപം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം തെറ്റിപ്പോയ ഒരവസ്ഥയാണ്. പാപമെന്ന് പറയുന്നത് നമ്മുടെ മൂലഭാഷയിൽ ഗ്രീക്കിൽ അത് പറയുന്നത് അമാഠ്യ എന്നാണ്. എന്ന് വെച്ചാൽ മിസ്സിങ് ദ മാർക്ക്, ലക്ഷ്യത്തിൽ അല്ല, ലക്ഷ്യത്തിൽ എത്താത്ത ജീവിതം, ലക്ഷ്യം മനസ്സിലാക്കാത്ത ജീവിതമാണ് പാപം. ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായോ പാപം എന്താണെന്ന്? ഒരു അമ്പെയ്ത്തുകാരൻ ഒരു പോയിന്റ് അതിൻ്റെ പരീക്ഷകൻ ചൂണ്ടിക്കാണിച്ചു. അതിലേക്ക് അമ്പെയ്യാൻ പറയുമ്പോൾ ആ പോയിന്റിൽ നിന്നും അല്പം മാറിയാൽ അദ്ദേഹം പറയും അമാഠ്യ, മിസ്സിംഗ് ദ മാർക്ക്.
പോയിന്റിൽ എത്തിയിട്ടില്ല, കറക്റ്റ് പോയിന്റിൽ എത്തിയിട്ടില്ല. ലക്ഷ്യം തെറ്റിപ്പോയി. എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? എന്താണ് ദൈവത്തിൻ്റെ ലക്ഷ്യം? എന്താണ്? നാക്കില്ലാത്തവരാണോ ഇവിടെ ഇരിക്കുന്നെല്ലാം? അതെ, കണ്ണില്ലാത്തവരുണ്ട്. ചിലരുടെ ഒന്നും കണ്ണ് കാണത്തില്ല. ചിലരുടെയൊക്കെ നാക്കെന്ന് പറഞ്ഞ സാധനം ചുണ്ട് അനങ്ങത്തില്ല. വേറെ ഒരിടത്തൊക്കെ ചെല്ലണം, ആ ചുണ്ടും ശബ്ദമല്ല കേൾക്കിടക്കില്ല. ഇവിടെ വന്ന ഒന്നുമില്ല. എവിടെ പോയെന്നറിയത്തില്ല. ശത്രു കൊണ്ടുപോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. സാത്താൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവായിട്ട് ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കുക. പാപം ദൈവത്തിന് നിങ്ങളെയും എന്നെയും കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇത് തിരിച്ചറിയാത്തതാണ്. ആദാമിനെ പറ്റിയ പാപം ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയതാണ്. നടക്കരുത്, ശ്രദ്ധിക്കണം. ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയ പാപം. ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവിക പദ്ധതികളെ ഈ ഭൂമിയിൽ വാഴ്ച നടത്താൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. യേശുക്രിസ്തു തൻ്റെ ചങ്കിലെ ചോര തന്ന് നമ്മുടെ വിലയ്ക്ക് വാങ്ങിയത് ഈ പദ്ധതിയാണ്. എന്താണ് ദൈവം ചങ്കിലെ ചോര തന്ന് നമ്മുടെ വിലയ്ക്ക് വാങ്ങിയത്? ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ കൂടെ വന്ന് അങ്ങ് താമസിക്കണം. എന്നിട്ട് നമ്മളിലൂടെ ഇവിടെ ദൈവരാജ്യം പണിയണം. ദൈവരാജ്യം പണിയാന്നുള്ള അർത്ഥം എന്താ? പിശാചിൻ്റെ രാജ്യം തകരണം. എന്നിട്ട് നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി നിത്യതയിൽ കൊണ്ടുപോയി അവിടെ നമ്മളെ രാജാക്കന്മാരായി ലോകത്തിൻ്റെ ഭരണം, യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭരണം നമ്മുടെ കയ്യിൽ തരാൻ നിത്യമായ ഒരു പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. എന്താണ് ഇവിടെ വിളിച്ചിവിടെ കൊണ്ടുവന്നില്ലേ? ദൈവത്തിൻ്റെ ഒന്നാമത്തെ പദ്ധതി നിന്നെക്കുറിച്ചുള്ളത് ഇറ്റേണലാണ്, നിത്യമായ ഒരു വാഴ്ചയാണ്, രാജാവാകാനാണ്, യേശുവിനെ പോലെയാക്കി തീർക്കാനാണ് വിളി. ഇതിനെ വിളിച്ചത് കേട്ടോ. അവിടെ നിത്യതയിൽ പോയി ഭരണം, നിത്യതയുടെ സന്തോഷം അനുഭവിക്കാനാണ് വിളിച്ചത്. പക്ഷെ എൻ്റെ ചിന്ത എന്താ? സത്യത്വം എന്ന് പറഞ്ഞേ ചിന്ത എന്താ? എനിക്ക് നല്ലൊരു ജോലി, എനിക്ക് നല്ലൊരു ഭാവി, എനിക്കൊരു നല്ലൊരു വീട്, എൻ്റെ ആവശ്യങ്ങൾ. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പാപത്തിലാണ്. നിങ്ങൾക്ക് ലക്ഷ്യമില്ല. യേശുവിൻ്റെ ചങ്കിലെ ചോര തന്ന് വിലയ്ക്ക് വാങ്ങിയത് അത് വിവരിച്ചു പോകാൻ ഈ സമയമില്ലെന്ന്. അതല്ലാതെ യേശു ഇവിടെ വന്നിട്ട് ക്രൂശിൽ നിന്ന് രക്തം തന്ന് നമ്മൾ വിലയ്ക്ക് വാങ്ങിയിട്ടല്ലാതെ നമുക്ക് ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊക്കെ തരാൻ പറ്റുമായിരുന്നു. യേശു വരണ്ട, അതിന് ക്രൂശ് വേണ്ട, മരണം വേണ്ട, രക്തം വേണ്ട. ദൈവപുത്രൻ വരുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ മനുഷ്യന് കൊടുത്തിരുന്നു. ഭൂമിയിലുള്ള ഒന്നും തരാനല്ല യേശു വന്നത്. നമുക്ക് ലക്ഷ്യത്തിലേക്ക്, തകർന്നു പോയ നമ്മുടെ വഴിയെ പിതാവിങ്കിലേക്ക് നിരപ്പിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പോൾ ഒരു ഇറ്റേണൽ പർപ്പസ്. 2, ഇവിടെ സഹോദരങ്ങൾ യഹൂദനെയും യവനനെയും ഒന്നിപ്പിച്ച് ഇനി നമ്മൾ ഒന്നായി ക്രിസ്തുവിൻ്റെ ശരീരമായി കർത്താവായ യേശുവിൻ്റെ ആരാധന ലോകത്തിന് വെളിപ്പെടുത്തണം. ദൈവസ്നേഹം വെളിപ്പെടുത്തണം ലോകത്തിന്. 2, യേശുവിൻ്റെ സാക്ഷിയാകണം. ആ ദിവ്യ സ്വഭാവം നമ്മളിൽ ഉരുവാകണം. ഇത് നമ്മളിൽ എല്ലാവരിലുമുള്ള, എങ്ങനെ എല്ലാവരും ക്ഷമിക്കാൻ പഠിക്കണം, എല്ലാവരും സഹിക്കാൻ പഠിക്കണം, എല്ലാവരും തമ്മിൽ സ്നേഹിക്കണം, എല്ലാവരും വിശുദ്ധരായിരിക്കണം, ആരും മോഷ്ടിക്കരുത്, ആരും പാപം ചെയ്യരുത്, എല്ലാവരും ധനത്തെ സ്നേഹിക്കരുത്. ഇത് എല്ലാവരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന 2ാമത്തെ ദൈവീകമായ പർപ്പസാണ്. 3ാമത്തെ ഒരു പർപ്പസുണ്ട്. അത് സ്പെഷ്യലാണ്, വ്യക്തിപരമാണ്, സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. എങ്ങനെ? അത് ആൻറ്റിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതല്ല, കുഞ്ഞുമോളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഈ മകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല, അടുത്ത വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതുപോലല്ല ഈ മകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ? വ്യക്തിപരമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചതിന് ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി തിരിച്ചറിയാത്തൊരു മനുഷ്യൻ ലക്ഷ്യമില്ലാത്ത മനുഷ്യനാണ്. ഞാൻ
എൻ്റെ സഹോദരനോട് ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള സ്പെസിഫിക് പർപ്പസ്? എന്താണ് കർത്താവിനെ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഞാൻ പറയും, നിങ്ങളുടെ കണ്ണു പൊട്ടിപ്പോകരുത്. നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോകും. നിങ്ങളുടെ സഹോദരങ്ങൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ ആരുടേതാണ്? ദൈവദാസന്മാരുടേതാണോ, ദൈവമക്കളുടേതാണോ, അതോ ലോകക്കാരായ മക്കളുടേതാണോ നിങ്ങളുടെ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പരിശോധിച്ച് നോക്കണേ. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസ് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ ബന്ധം സമൂഹവുമായിട്ടാണ്. ഹല്ലേലൂയ. ഇഷ്ടം പോലെ സഹോദരങ്ങളും ബന്ധങ്ങളും എനിക്ക് നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ദൈവമില്ലാത്ത വിഗ്രഹാരാധനക്കാരായ, മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും ചെയ്യുന്നവരായിരിക്കുന്ന, പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നതായിരിക്കുന്ന ജാതികളുമായിട്ടാണോ നിങ്ങളുടെ ബന്ധം? അവരുടെ ഇരുട്ട് നിങ്ങളെ മൂടിക്കളയും. നിങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോകും. നിങ്ങൾക്ക് ഈ വചനം കേൾക്കാൻ ഇത്ര നാൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നും ദരിദ്രരാ, ഇന്നും വല്ലതും കിട്ടും, വല്ലതും കിട്ടും, വല്ലതും കിട്ടും. വചനം പറയുന്നു, ലക്ഷ്യം എന്താണെന്നറിയണം. നിത്യമായ ഒരു പദ്ധതി ദൈവത്തിൽ നിങ്ങളെക്കുറിച്ചുണ്ടാകും. 2, എന്താണ് പാപം? പാപം എന്താണ്? ലക്ഷ്യം തെറ്റുന്നതാണ്. എന്താണ് ലക്ഷ്യം? എന്താണ്? ഒരു നിത്യ പദ്ധതിയുണ്ട്. 2, ഒരു പൊതുവായ ദൈവത്തിന് വരയ്ക്കുന്ന പദ്ധതി നിങ്ങളെക്കുറിച്ചുണ്ട്. 3, വ്യക്തിപരമായി നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഇത് കണ്ടെത്താത്തിടത്തോളം കാലം നിങ്ങളെന്നും എഫെസോസിലെ സഭയെ പോലെ ആയിരിക്കും. എഫെസോസിലെ സഭയുടെ അവസ്ഥ ഇന്ന് ദാരിദ്ര്യത്തിലാണ്. എനിക്കിത് പറഞ്ഞു തരാനേ പറ്റൂ. പരിശുദ്ധാത്മാവ് വേണം നിങ്ങളുടെ ഉള്ളത്തിൽ അത് ആലേഖനം ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയം തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം മനസ്സിലാകത്തില്ല. ഇപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പം ദൈവം ചോദിച്ചാൽ നിങ്ങൾ പറയും, ഭൂമിയിലുള്ളതാണ് ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ വസ്തുക്കളുടെ കാര്യമാണ് ഞങ്ങളുടെ കാര്യം, വീടിൻ്റെ കാര്യമാണ് ഞങ്ങളുടെ കാര്യം, സമ്പത്തിൻ്റെ കാര്യമാണ് ഞങ്ങളുടെ കാര്യം. സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. യേശു ഇതെല്ലാം നിങ്ങൾക്ക് തരും. ഇതെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് എഫെസോസിലെ സഭയുടെ അവസ്ഥ. അവർ അനുഗ്രഹിക്കപ്പെട്ടില്ല. അവർ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, ഭൗതികതയിൽ അവർ വേരൂന്നാൻ തുടങ്ങിയപ്പോൾ നിത്യമായത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പൊതുവായിട്ട് പറഞ്ഞാൽ എല്ലാവരും പോയി സുവിശേഷം പ്രസംഗിക്കണം, എല്ലാവരും പോയി മറ്റുള്ളവരുടെ യേശുവിൻ്റെ സാക്ഷിയാകണം, പൊതുവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ സ്പെസിഫിക്കായിട്ട് എന്നെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇത് കണ്ടെത്തുന്നത് വരെ ഈ 3 പർപ്പസിനെ നിങ്ങൾ തിരിച്ചറിയുക, ഇതിലേക്ക് നിങ്ങളുടെ മനസ്സ് വരുത്തുക. ഒന്നാമത്തെ പാപം ഞാൻ പറഞ്ഞു 4 കാര്യം പറയാൻ പറഞ്ഞു. 4 കാര്യം. ഒന്നാമത്തെ പാപമാണ്. പാപത്തിൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ലക്ഷ്യം തെറ്റുന്നതാണ്. ഹല്ലേലൂയ. ഇപ്പം തന്നെ എന്ത് ചെയ്തു, ഞാൻ ഇന്ന് നമുക്ക് യൂത്ത് മീറ്റിംഗ് നടത്തണോ? രണ്ടാമത്തേത് അകൃത്യമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ വായിച്ചപ്പോൾ തന്നെ വായിക്കുന്നുണ്ട്, അകൃത്യങ്ങൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മൾ. ഹല്ലേലൂയ. അകൃത്യം അതിര് കടക്കുന്നതാണ്. എന്താണ് അതിര് കടക്കുന്നത്? ഇപ്പം നമുക്കറിയാം, ഇവിടെ പണ്ട് ഒരു ഷൈനി എന്ന് പറഞ്ഞൊരു ഓട്ടക്കാരൻ, ഷൈനി വിൽസൺ എന്ന് പറഞ്ഞൊരു ഓട്ടക്കാരുണ്ടായിരുന്നു. ആ സഹോദരിക്ക് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സഹോദരി 400 മീറ്ററിൽ ഓടി വന്നപ്പോൾ ഫസ്റ്റായിട്ടോ സെക്കൻഡായിട്ടോ മറ്റോ വന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അടുത്ത ട്രാക്കിൽ കൂടെ കയറി അതിര് കടന്നപ്പോൾ അവർക്ക് ഒളിമ്പിക്കിലെ പ്രൈസ് കിട്ടിയില്ല. അതിര് കിടക്കുന്ന ഒരാൾക്ക് എന്താണ്, നമ്മളൊരു വരമ്പത്തൂടെ പോവുക. ഈ അതിർ വരമ്പത്തൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും വീഴാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ കൊണ്ട് ഇതുപോലൊരു വരമ്പിൽ കൂടെ പോയി. അപ്പം എനിക്ക് വരമ്പ് പരിചയമില്ലാത്ത ആളാണ് അദ്ദേഹം, അദ്ദേഹത്തെ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, വളരെ സൂക്ഷിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും അദ്ദേഹം കിടക്കുന്നത് താഴത്ത്. ദൈവകൃപയാൽ ഞാൻ ആ വരമ്പത്തുകൂടെ അക്കരയ്ക്ക് എത്താനായിട്ട് ഇടയായി തീർന്നു. എന്താണ് കാരണം? അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചു.
അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം വീണ് പോയി. നമ്മളൊരു വരമ്പത്ത് കൂടെയാണ് പോകുന്നത്. സീരിയലിൻ്റെ മുമ്പിലിരുന്ന് സമയം കളഞ്ഞിട്ട് സിനിമയുടെ മുമ്പിൽ ഇരുന്നിട്ട് നിലംഘിച്ചു. നിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, അനാവശ്യമായിരിക്കുന്ന ഫോൺ കോളുകൾ, അനാവശ്യമായിരിക്കുന്ന പാപത്തിന് നമ്മുടെ മേലൊരു സ്വാധീനമുണ്ട്. അതിന് അവസരം കൊടുക്കുന്ന വഴികൾ എന്തുണ്ട്? പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഈ വക വല്ലതും, വിജാതീയരുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ, ആഴ്ചയിൽ 2 ദിവസം ദൈവമക്കളുമായിട്ടൊന്ന് കൂടി വന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ഒരു വരമ്പിൽ കൂടെ പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കും. നിനക്ക് സ്വർഗത്തിലുള്ളത് കിട്ടത്തില്ല. അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. ഒരു വെള്ളിയാഴ്ച കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു ചൊവ്വാഴ്ച കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു ഞായറാഴ്ച വന്നാലുള്ള അവസ്ഥ എങ്ങനെ? അത് എങ്ങനെയാണത് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. എന്താണ് ഒരു കർമ്മം കാണിക്കുന്നത് പോലെ, ഒരു കാഴ്ചപ്പാട് പോലെ നമ്മളങ്ങ് ചെയ്യുക. അരുത് ദൈവമക്കളെ, അരുത് സഹോദരങ്ങളെ. നമ്മൾ അകൃത്യം അതിര് ലംഘിക്കുന്ന, എപ്പോഴും ലംഘിക്കാം. അതിനും കൂടെ തന്നെ പോകണ്ടെന്നേ, ചിമാറി നടക്കുന്നേ. അങ്ങനെ സിനിമയ്ക്ക് ചെവി കൊടുക്കണ്ടെന്നേ, അങ്ങനെ സിനിമ പാട്ട് കേൾക്കണ്ടെന്നേ. ഹല്ലേലൂയ. സിനിമ പാട്ട് കേട്ട് കേട്ട് നീ സിനിമയ്ക്ക് പോകും. സിനിമ കണ്ട് 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 നീ മദ്യഷാപ്പിൽ പോകും. മദ്യഷാപ്പിൽ നിന്ന് നീ മദ്യം കുടിച്ച് കുടിച്ച് നീ ദുർമാർഗത്തിലേക്ക്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. എന്നാലെന്ത് പറ്റും? പരിഹാസികളുടെ ഇനിപ്പറ്റി പോയിരിക്കും. പരിഹാസികളുടെ ഇടപെടുത്തി ഇരിക്കരുത്. ഇരുന്നാലെന്ത് പറ്റും? അത് ആദ്യം ദുഷ്ടന്മാരുടെ ആലോചന. ദുഷ്ടന്മാരുടെ ആലോചന കേട്ടാൽ നിങ്ങൾ പാപിയുടെ വഴിയിൽ നിൽക്കും. പാപിയുടെ വഴിയിൽ നിന്നാൽ നിങ്ങൾ പരിഹാസികൾ ഇടപെടുത്തി പോയിരിക്കേണ്ടി വരും. നമുക്കത് വേണ്ട. നമുക്കൊരു വഴിയുണ്ട്. അത് ഇടുക്കുവാതിലാണ്. ഈ അതിര് കടന്നുള്ള, അതിര് വിട്ടുള്ള എന്ത് പ്രവൃത്തി പാപമാണ്. ഹല്ലേലൂയ. അത് വിവരിച്ച് പറയാൻ ഇപ്പം എനിക്ക് സമയമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്തേത് പാപം. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്നെന്താണ്? ലക്ഷ്യം തെറ്റുക. ലക്ഷ്യം തെറ്റിയ അവസ്ഥയാണ്. പിന്നെ നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്യം തെറ്റി. പിന്നെ അതിര് കിടക്കുക. അവസരങ്ങൾ കൊടുക്കരുത്. അവസരം ലഭിച്ചിട്ടാണ് ഹൗവയെ ഉപായത്താൽ ചതിച്ചത്. അവസരം കൊടുക്കരുത്. കണ്ണിന് അനാവശ്യമായത് കാണരുത്. ചെവിക്ക് ഭൗതികമായിരിക്കുന്ന നന്മകൾ വിളിച്ചോതുന്നവരുടെ വാക്കുകളെ, പ്രസംഗങ്ങളെന്ന് പറഞ്ഞാൽ പോലും കേൾക്കരുത്. ഹല്ലേലൂയ. ഇങ്ങനെ കേട്ടാൽ നിങ്ങൾ അതിർ വിട്ടുപോകും. അതിക്രമത്തിലാണ്, അകൃത്യമാണത്. അവിടെ പാപം വന്നു കഴിഞ്ഞു. നമ്മൾ പാപത്തിന് അടിമപ്പെട്ട് നാളെ നമ്മൾ ദൈവത്തെ തള്ളും. അനുഗ്രഹത്തിന് അത് തടസ്സമാണ്. മൂന്നാമത്തേത് അനുസരണക്കേടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അനുസരണക്കേടെന്ന് പറയുമ്പോൾ ദൈവം അരുതെന്ന് പറയുന്നതുണ്ട്, അല്ലേ? അരുത് 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 എന്ന് പറയുന്നുണ്ട്. അത് 10 കൽപ്പന. ഇന്നും നമ്മൾ 10 കൽപ്പനയുടെ 10 കൽപ്പന നമ്മളെ കൊണ്ട് പരിശുദ്ധാത്മാവല്ലേ അനുസരിപ്പിക്കുന്നത്. അത് അരുതെന്ന് പറഞ്ഞാൽ അരുതെന്ന് തന്നെയാണ്. പിന്നെ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നതുണ്ട്. ശരി, അരുതെന്ന് പറയുന്നത് ഞാൻ ചെയ്യത്തില്ല. ചെയ്യാൻ പറഞ്ഞതൊന്നും ചെയ്യത്തില്ല. അതാണ് അനുസരണക്കേടെന്ന് പറയുന്നത്. അതാണ് അനുസരണക്കേടെന്ന് പറയുന്നത്. സഹോദരനെ കാല് കഴുകേണ്ട ദാസനാണ് നീ. അവൾ മിണ്ടില്ല, അവൻ മിണ്ടില്ല. നീ ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. ഇതാണ് അനുസരണം. ഹല്ലേലൂയ. അനുസരണം എന്ന് പറയുന്നത് ചെയ്യരുതെന്ന് പറഞ്ഞ ചെയ്യാതിരുന്നാൽ പോരാ, ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ പോയി ലോകത്തിൻ്റെ അറ്റത്തുള്ള എൻ്റെ സാക്ഷികളാകണം. ലോകത്തിൻ്റെ അറ്റത്തോളം ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണം. പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ജാതികളോട് ഇണയില്ല പിണ കൂടരുത്. അല്ലെ, ദൈവം പറഞ്ഞത് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യണം, ചെയ്യരുത് ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യണം. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. അനുസരണക്കേട് ഞാനത് വിവരിച്ച് പറയട്ടെ? വേണ്ട, ഞാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പറയാതെ പോകാം. നാലാമത്തേത് ദുഷ്ടത. ഇതൊക്കെ ഞാൻ വചനത്തിൽ നിന്ന് പറയുന്നത്. ഒന്ന് ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങൾ ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണെന്ന് പറയാമോ? നമ്മൾ വചനത്തിലല്ലോ ആയതാ. നമുക്ക് പ്രസംഗമല്ലേ വലുത്, വചനമില്ലല്ലോ. നമുക്ക് അനുസരിക്കുന്നത് യാഗങ്ങളെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം അഭിചാരം പോലെയും
ശാഠ്യം മിഥ്യാപൂജ പോലെയുമാണ്. അധികാരികളോട് മത്സരിച്ചാലുണ്ടല്ലോ, അധികാരത്തോട് മത്സരിക്കുന്നവൻ അവൻ ക്ഷുദ്ര അഭിചാരം ചെയ്യുകയാണ്. ദൈവം നേരിട്ട് വന്നിട്ട് ദൈവത്തോട് മത്സരിക്കാൻ ഇപ്പം നമുക്ക് പറ്റുമോ? ഇല്ല. ദൈവദാസനോട് മത്സരിച്ച് എന്താ കാര്യം? ആഭിചാരം ചെയ്തു കഴിഞ്ഞു. ശാഠ്യം, എനിക്കൊരു ശാഠ്യം. മിഥ്യാപൂജ, വിഗ്രഹാരാധനയാണ്, അന്യാരാധനയാണ്. ശാഠ്യത്തോടെ ഒരു മനസ്സിൽ ആരും കണ്ടില്ല. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു കാര്യം പറഞ്ഞു, ശാഠ്യമുള്ളിൽ വന്നു, ആരും കണ്ടില്ല. പക്ഷെ അവിടെ വിഗ്രഹം കയറി വന്നു, പിശാച് കയറി വന്നു പിശാചിനെ ആരാധിക്കുന്നത്. എന്താണ് അനുസരണം എന്ന് പറയുന്നത്? ശാഠ്യവും ദ്വന്ദ്വപക്ഷവും മത്സരവും കൂട്ടവെച്ചുകൊണ്ട് അനുഗ്രഹം ഇങ്ങ് പോരട്ടെന്ന് പറഞ്ഞെന്നാൽ വരുന്നത് വേറെ. അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ ഞാൻ പറയുക. ഇന്ന് നിങ്ങളിത് കേട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കേട്ട് തിരുത്തണം. അനുസരണക്കേട്, ദൈവദാസനോട് അനുസരണക്കേട് പറയാൻ പാടില്ല. ശമൂവേൽ പറഞ്ഞാൽ അനുസരിച്ചോണം. രാജാവാണെന്ന് പറഞ്ഞാലും ശമൂവേൽ പ്രവാചകൻ പറഞ്ഞാൽ അനുസരിച്ചോണം. ശമൂവേൽ പ്രവാചകന്റെ വാക്ക് ദൈവശബ്ദമാണ്. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്റെ വാക്ക് ദൈവശബ്ദമാണ്. അതനുസരിച്ച് കീഴ്പ്പെട്ട് ഹല്ലേലൂയ പോയി നോക്ക്. അനുഗ്രഹം ഇങ്ങോട്ട് ഒഴുകിയെത്തും. അതല്ലാതെ ഇങ്ങോട്ട് അനുഗ്രഹം കുത്തിയിരുന്ന് ഉപവസിച്ചാൽ കയറി വരുന്നത് നാബോത്തിന് ഉപവാസത്തിൽ കയറി വന്ന പോലെ. നാബോത്ത് ഉപവസിച്ചു. നാബോത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി. ഈസബേലിൻ്റെ സംഘങ്ങളെല്ലാം കൂടെ പ്രവാചകന്മാരോട് ഉപവസിച്ചു. എന്താ വിഷയം? എന്താണ് ഉപവാസം? മുന്തിരിത്തോട്ടം ചതിവ്. ഹല്ലേലൂയ. വന്ന് കയറിയത് ശാപമാണ് കയറിയത്. അങ്ങനെയല്ല ദൈവമക്കളെ. അനുസരണം യാഗങ്ങളെക്കാളും ശ്രദ്ധിക്കുക, കേൾക്കണം. ദൈവദാസന്മാരെ ശ്രദ്ധിക്കണം. മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത് പാട്ടും ആരാധനയുമല്ല ദൈവത്തിന് വലുത്, അനുസരണമാണ്. 4, ദുഷ്ടത എന്ന പാപം. അതറിയാമോ നിങ്ങൾക്ക് ദുഷ്ടത എന്താണെന്നുള്ളത്? നല്ല പോലെ വചനം അറിയാം, എനിക്ക് പ്രസംഗിക്കാനും അറിയാം. പക്ഷേ വേദപുസ്തകം പറഞ്ഞ ദുഷ്ടൻ്റെ പ്രസംഗം നീ കേൾക്കരുതെന്നാണ്. ദുഷ്ടൻ്റെ പ്രസംഗം എന്താ ദുഷ്ടത? ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ഇന്നയാൾ വന്നില്ല, എനിക്ക് പിഴക്കമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പക്ഷെ അവരുടെ വീട്ടിൽ പോകാൻ എന്നെ കിട്ടുന്നില്ല. എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നില്ല, പക്ഷേ ഒരു പിഴക്കമൊന്നുമില്ല. പക്ഷെ ഞാനവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. എന്താ? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പം ഒരു പ്രാവശ്യം കണ്ടപ്പോഴത്തേക്ക് തമ്മിൽ മിണ്ടുന്നില്ല. എന്താണ് കാണുന്നത്? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പം എന്നെ കരുതി മിണ്ടില്ല. ദുഷ്ടത എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു പാപങ്ങളൊന്നുമല്ല, എന്നോട് ഇങ്ങോട്ട് കാണിച്ചാൽ യെസ് ഓക്കെ, എന്നെ എല്ലാം മാനിച്ചാൽ ഓക്കെ, എൻ്റെത് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ ഹല്ലേലൂയ സകല. അതായത് പത്രോസിൻ്റെ 1 ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയുള്ളതാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എന്താണ് കാരണം? സകല ദുഷ്ടതയും ചതിവും എല്ലാ വ്യാജഭാവവും അസൂയയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരണം. ഇത് നീക്കിക്കളയാതെ വളർച്ചയില്ല. ദുഷ്ടത എന്ന് പറഞ്ഞ സാധനം നമ്മളെ എങ്ങനെ നമ്മൾക്ക് തോന്നും കുഴപ്പമില്ലെന്ന്, നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന സാധനമായി ദുഷ്ടത എന്ന് വെച്ചെന്നാൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്നോട് കാണിച്ചാൽ വിവരം അറിയാം. എനിക്ക് നല്ലത് പറയാനറിയാം. അവർക്ക് അയക്കും അറിഞ്ഞുകൂടെ പറയാം. എനിക്ക് നല്ലത് പറയാൻ അറിയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ പറയാൻ. അവർ ക്ഷമിക്കുന്നു, അവർ സഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് നിങ്ങളെ പോലെ നക്കില്ലേ, അവർക്ക് നിങ്ങളെ പോലെ ബുദ്ധിയില്ലേ, അവർക്ക് നിങ്ങളെ പോലെ വികാരങ്ങളില്ലേ. ദുഷ്ടത സഹിഷ്ണുത വരുത്തുന്നതാണ്. ദുഷ്ടതയ്ക്ക് എതിരെ സഹിഷ്ണുത വരണം. ദുഷ്ടത. പിന്നെ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, മത്സരം എന്ന് പറഞ്ഞ പാപം വേദപുസ്തകത്തിന് ശക്തമായിട്ട് പഠിപ്പിക്കുന്ന പാപമാണ്. മോശയോട് മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ മത്സരം എന്ന് പറയുന്ന പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. പിന്നെ 6-ാമത്തെ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ മാർക്കാണ്. റോമർ 3:23. റോമർ 3-ാം അധ്യായം.
കണ്ടോ? പാപം വന്നാൽ എന്താ കുഴപ്പം? പാപം വന്നാൽ എന്താ കുഴപ്പം? തേജസ് പോകും. പാപം ചെയ്താൽ എന്ത് പറ്റും? എന്താ തേജസ്? ദൈവ തേജസ്. എന്താ ദൈവ തേജസ്? കർത്താവ് ഇപ്പം കൂടെ ഇല്ലത്. തേജസ് എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ഇന്ന് വേദനയോടെയാണ് പറയുന്നത്. ഓരോരുത്തരുടെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, 3 പേരുടെ കൂടെ കർത്താവ് നിൽക്കുന്നത് എനിക്ക് കാണാം. ക്രിസ്തു ശിഷ്യത്വത്തിൽ പൂർണ്ണരല്ലവരെ. ഞാനും പൂർണ്ണനല്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന 3 പേരെ എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. 3 പേരെ ഞാനത് പറയുന്നില്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവം ഒരുപക്ഷെ 4 പേരെ 5 പേരെ കണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ദൈവം കാണുന്ന 3 പേരെ എനിക്ക് ദൈവം വെളിപ്പെടുത്തും. ക്രിസ്തു ശിഷ്യത്വം. അല്ലാത്തവരുടെ കൂടെ ആരില്ല. എത്ര വലിയ പണമുണ്ടെങ്കിലും, എത്ര വലിയ വീടാണെങ്കിലും, കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ, പാപം എന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ വന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ്. എനിക്ക് സുവിശേഷം പ്രസംഗിക്കാം, എനിക്ക് അന്യഭാഷ പറയാം, അത്ഭുതങ്ങൾ ചെയ്യാം. ഹേമോ കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അറിയാതെ കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യാം. ഹല്ലേലൂയ. പാപമെന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഇടം കൊടുത്താൽ, ലക്ഷ്യമില്ലാതെയാണ് നിങ്ങൾ, നിത്യതയുടെ വെളിപ്പാടില്ലാതെയാണ് ജീവിക്കുന്നെങ്കിൽ, എനിക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയാം, ഞാൻ സ്വർഗത്തിൽ പോകും. അതല്ല നിത്യത. എനിക്ക് സ്വർഗത്തെക്കുറിച്ച് ഞാൻ സ്വർഗത്തിൽ പോകും. അതല്ല നിത്യതയുടെ വെളിപ്പാട്. ഇവിടുത്തെ തന്നെ ചൊവ്വർന്ന് നിനക്ക് എണ്ണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ നിന്ദിക്കപ്പെടാൻ സന്തോഷമുണ്ടോ? നീതി നിമിത്തം ഉപദ്രവ സഹിപ്പാൻ സന്തോഷമുണ്ടോ? എങ്കിൽ നിന്നെ ആർക്കും വഴക്ക് പറയണം, എന്നെ ആർക്കും പറയാം, എന്തും പറയാം. മറുപടി പറയും കേട്ടോ, പക്ഷെ പിണങ്ങത്തില്ല. മറുപടി എൻ്റെ ഭാഗവതം അത് പറയും, പിണങ്ങത്തില്ല. എന്താ കാരണം? അതവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും എന്ത് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? കർത്താവിനെ എന്തെല്ലാം ആൾക്കാർ പറഞ്ഞത്, അപ്പസ്തോലന്മാരെ എന്തെല്ലാം ചെയ്തത്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആര് ചെയ്യട്ടത്? പാപം വാതുക്കലുണ്ട്, അതിരിലുണ്ട്. പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അത് നിന്നെ കാത്തിരിക്കുന്നു. മക്കളെ, നമുക്ക് പാപത്തെ വേണ്ട. ലക്ഷ്യമില്ലാത്ത ജീവിതം നമുക്ക് വേണ്ട. ഭൂമിയിലുള്ള നന്മകൾക്ക് വേണ്ടി പരക്കം പായരുത്. ഇവിടെ വന്നിരുന്ന് ഉറങ്ങരുത്. ഇവിടെ ദൈവവചനത്തെ നീ തള്ളിക്കളയരുത്. ആത്മീയ കാര്യങ്ങളുടെ ശുഷ്കാന്തി നഷ്ടപ്പെടുത്തരുത്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഉറങ്ങി, അതിക്രമമാണത്, അതിക്രമം. ഇവിടെ വന്ന് ഒരാൾ അലസനായിട്ട്, ഇപ്പോഴേ ഞാൻ പറയാം, ഇപ്പം നടുവേദനയാണ്, അപ്പം ഞാൻ ധരിക്കുക നടുവേദന ഇരിക്കാനും വയ്യാത്ത ഒരവസ്ഥയില്ല. ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നടുവേദന പോയി, എല്ലാം പോയി. എന്താ കാരണം? അത് സാത്താൻ കൊണ്ടുവന്ന നടുവേദനയാണ്. സാത്താൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ തിരിച്ചറിയണം. അതഴിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ കഴിയും. ഹല്ലേലൂയ. പാപം വാതുക്കലുണ്ട്. പാപത്തോട് നീ യുദ്ധം ചെയ്യണം. എങ്ങനെ? അതിനാണ് യേശു ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നിനക്ക് തനിച്ചു പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വ്യക്തിയായി നിന്റെ കൂടെ വന്നാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പലരും വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് ശക്തിയല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് വന്നാൽ പാപം എന്താണെന്ന് പറഞ്ഞു തരും, നിന്റെ തെറ്റെന്താണെന്ന് പറഞ്ഞു തരും. ഇപ്പം എന്താണ്? തെറ്റ് പറഞ്ഞുകൂടെ, കുറ്റം പറഞ്ഞുകൂടെ, ഞാൻ പറയുന്നതല്ല ശരി, ഞാൻ ചെയ്യുന്നതല്ല ശരി, ഞാൻ പെട്ടെന്ന് നിർത്താം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങൾ 28:13 ഒന്ന് ഉറക്കാൻ വായിച്ചേ. സദൃശ്യവാക്യങ്ങൾ 28:13. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെച്ചാൽ അനുഗ്രഹം വരത്തില്ല, ശുഭതയുണ്ടാകത്തില്ല. മറച്ചു വെക്കുന്നത് ശുഭം വരത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ലംഘനങ്ങളെ അതിരെ കിടന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞാൽ പോരാ, പലരും ഏറ്റുപറയും, അറിവിടം വരെയും ഉപേക്ഷിക്കത്തില്ല. അവന് ശുഭം വരത്തില്ല. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കരുത്.
ഇവിടെ ഇരുന്ന് അലസരായിട്ട്, അതായത് ഇവിടെ വന്ന് വേറെ വല്ല പ്രസംഗങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞില്ലേ, അവർ നിങ്ങളെ എഴുന്നേപ്പിച്ച് വിടും, ചിലരൊക്കെ എഴുന്നേപ്പിച്ചിട്ട് വിടും, ദൈവമായിട്ടൊന്ന് എഴുന്നേറ്റ് പോകാതെ വരും. എന്താ കാരണം അറിയോ? ഇരുന്നങ്ങ് എതിർക്കുകയല്ലേ, ഇരുന്നങ്ങ് എതിർക്കുക, വചനത്തെ ദൈവ സാന്നിധ്യത്തെ എതിർക്കുക. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നത് ശുഭം വരത്തില്ല. ജാതികളുമായിട്ട് ഒരുമിച്ച് കൂടി സന്തോഷിച്ച് ഉല്ലസിച്ച് നടന്നിട്ട് ഇവിടെ വരുമ്പം നിനക്ക് എങ്ങനെ ദൈവസ്ഥലത്ത് ഇരിക്കാൻ പറ്റും? ദൈവസ്ഥലത്ത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മോഹത്തിൽ നടന്നിട്ട് ഇവിടെ വരുമ്പോൾ ദൈവസ്ഥാനത്ത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ഞാൻ വായിച്ചു, ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം. ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് അവിടെ നിർത്താം. എബ്രായർ 10:26. എബ്രായർ 10-ാം എബ്രായർ 10:26. ക്രോധാഗ്നിയമേ ഉള്ളൂ. ഒന്ന് കേട്ടെ, കേട്ടിട്ട് പോയാൽ മതി കേട്ടാ. ഹലോ, ഒന്ന് കണ്ണു തുറന്നു കേട്ടെ, കണ്ണും കൂടെ തുറന്നിരിക്കും, ഒന്ന് കേൾക്കാം. എന്താ അറിയോ? സത്യത്തിൻ്റെ പരിജ്ഞാനം, യേശുവാണ് സത്യം എന്നൊക്കെ മനസ്സിലായില്ലേ? ദൈവം കൂടെ വരുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായില്ലേ? ഈ പരിജ്ഞാനം ലഭിച്ചിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ എന്താ പാപം? നമ്മൾ പറയുന്ന പാപം എന്താ അറിയാമോ? ഞാൻ മോഷ്ടിക്കാൻ പോയില്ല, ഞാൻ കൊലപാതകം ചെയ്യാൻ പോയില്ല. ഇതാണോ പാപം? മോഷ്ടിക്കുന്നതും കൊലപാതകവും വ്യഭിചാരവുമാണ് പാപം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ട് നാം മനഃപൂർവ്വം പാപം ചെയ്താൽ കർത്താവ് നിൻ്റെ കൂടെ ഇല്ലാത്തതാണ് പാപം. കർത്താവുമായിട്ടുള്ള ബന്ധമില്ലാത്ത അവസ്ഥയാണ് പാപം. മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി അതിനു വേണ്ടിയിട്ട് വേദപുസ്തകം പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒരു യാഗവും ഇല്ല ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. നരകാഗ്നിയാണ്. പിന്നെ അവിടെ അന്ന് ചെല്ലുമ്പം ഓർക്കും പാസ്റ്റർ പറഞ്ഞ എന്താണെന്ന്. ദൈവത്തിന് സ്വന്തം ക്രോധാഗ്നി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പാപം ഞാൻ ഇവിടെ വന്നിട്ട് ആത്മീയ കാര്യത്തിൽ കാണിക്കുന്ന പ്രവൃത്തി മതി. നിങ്ങൾ ദൈവസഭയിൽ നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി മതി. തുടർമാനമായി നിങ്ങളിങ്ങനെ ചെയ്തേ, തുടർമാനമായി. നമ്മൾ ചിന്തിക്കുന്ന പാവം ഇങ്ങനെ വെട്ടിക്കൊല്ലുന്ന, അയ്യോ പ്രിയപ്പെട്ടതേ, ദൈവത്തിൻ്റെ ഹൃദയമാണ് അറിയുന്നത്. അതിന് വെട്ടിക്കൊല്ലുന്നതാണ് പാവമെന്ന്. മൂഢായെന്ന് ഒരാളെ ദൈവദാസൻ്റെ വചനം കേൾക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി പറഞ്ഞു, കണക്ക് കൊടുക്കണം. കണക്ക് ഇവിടെ പറഞ്ഞ കണക്ക് കൊടുക്കുന്ന ഒരാളായിട്ട് വിളിക്കുന്നത് ആത്മീയ. ഇത് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ഈ പാപത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആർക്കും ഇഷ്ടമാണോ? എനിക്കതേ പറയാൻ പറ്റുന്നത്. എങ്ങനെ പറയണം? ഇപ്പം വരുന്നുണ്ട്, സ്വർഗം നിനക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി തുറന്നങ്ങ് വരികയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. എന്നോട് കർത്താവ് പറയുന്നത് അതല്ല. പാപത്തെ ബോധ്യപ്പെടുത്തണം, പാപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം. സാത്താനാണ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പാപത്തിന് വേണ്ടിയിട്ട്. പാപത്തോടെ താലോലിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. തുടർമാനമായിട്ട് ഒരു പാപം. ഇങ്ങനെ ഇന്ന് ഞാനിപ്പം വന്ന ഒരു കാര്യമൊക്കെ ചർച്ച ചെയ്തു. അടുത്ത ആഴ്ച പിന്നെ 6 ദിവസം ഞാൻ വിശുദ്ധനാണ്. 7ാമത്തെ സഭയ്ക്കൊട്ടാവ് ക്ഷമിക്കണേ, എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, എനിക്കങ്ങനെ കോപമൊന്നും വന്നിട്ടില്ല കേട്ടോ, പറഞ്ഞു പോയതാണ്, ഞാനങ്ങനെ ചെയ്തു പോയതൊക്കെ ഉള്ളൂ. ഇപ്പോൾ വിഷയം വെക്കണം. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും, വന്നിട്ട് പിന്നെ അത് തന്നെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പം സിനിമ കാണത്തില്ലെന്ന് പറയും, ഇപ്പം സീരിയൽ കാണത്തില്ലെന്ന് പറയും. എന്നിട്ട് പോയി പിന്നെയും സീരിയൽ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ നമ്മളങ്ങ് ഇരിക്കും. നമ്മുടെ അകത്തോട്ട് കയറുക സാത്താൻ. ഞാൻ പറയുന്നത് ഇതിനകത്ത് മുഴുവനും പൈശാചികതയാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. ലോകത്തോടുള്ള ബന്ധം നമുക്ക് വർദ്ധിപ്പിക്കും. എന്നിട്ട് പിന്നെ ഞാൻ ഉപേക്ഷിക്കും. ഒരാളോട് നാവ് കൊണ്ട് ഞാൻ എതിർത്ത് പറഞ്ഞു, ഒരാളോട് ഹൃദയം കൊണ്ട് മത്സരിച്ചു, എന്നിട്ട് പിന്നെ നമ്മൾ മറന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് മറന്നു, ദൈവം വന്നിട്ടില്ല. വീണ്ടും ഞാൻ അത് തന്നെ ചെയ്യുക. അവസാനം എന്തൊരു മുറുകെ പറ്റും. ഇത് പോകത്തില്ല. പിന്നെ നീ അല്പം നീ വിട്ടുവീഴ്ച കാണിച്ചു നോക്ക്. പാപത്തോട് അല്പം വിട്ടുവീഴ്ച കാണിച്ചു നോക്ക്. പാപം നിന്നെ വിട്ടുപോകത്തില്ല, കോപം നിന്നെ വിട്ടുപോകത്തില്ല. ഇങ്ങനെ കോപം അത് സാരമില്ല, അത് ക്ഷമിച്ചു, കോപിച്ചു, ശാഠ്യം, ഇത് ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് അതൊന്നും പേര് പറയാൻ പോലും പാടില്ല. പാപത്തോട് യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകും. അത് മാത്രമേ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള സമയമുണ്ട്. അടുത്തൊരു പാപം, ആർക്കും അറിയാത്തതും മനസ്സിലാകാത്തതും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. എബ്രായ ലേഖനം
എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചു. മോളെ എന്താടാ? എബ്രായ 3:19 ഓറൊക്കെ എന്ന് വായിച്ചേ. അവിശ്വാസം എന്താ? അവിശ്വാസം വന്നാൽ എന്ത് പറ്റുന്നറിയാവോ? നിത്യത നഷ്ടപ്പെട്ടു. എന്താണ് അവിശ്വാസം? എന്താണ് അവരവിശ്വസിച്ചത്? നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? വേദപുസ്തകത്തെ പറയുന്ന ഭാഷയിൽ തന്നെ നമ്മൾ പഠിക്കണം. എനിക്ക് വാക്യം കൊണ്ടൊന്നും വായിക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഈ സഭയ്ക്കകത്ത് ദൈവദാസനിലൂടെ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ഹൃദയപൂർവ്വം ഒന്ന് സ്വീകരിക്കാത്ത അവസ്ഥ, വചനത്തോടുള്ള മറുതലിപ്പ്. എനിക്ക് ഈ വചനം എനിക്ക് വേണ്ട. പിന്നെ ഇന്നത്തെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? മാർക്കിടാൻ ഓക്കെ, ഇന്നത്തെ പ്രസംഗം നല്ല പ്രസംഗമാണ് എന്ന് വെച്ചെന്നാൽ ഈ പ്രസംഗത്തിൻ്റെ മാർക്കിടേണ്ടത് നിങ്ങളല്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ വേണ്ടത് ഏറ്റെടുത്താൽ മതി. ഇതിൻ്റെ മാർക്കിടുന്നത് എന്നെ നിർത്തിയ ഒരാളാണ്. ഇന്നത്തെ ആരാധനയുടെ മാർക്കിടേണ്ടത് നിങ്ങളും ഞാനുമല്ല. ഇന്നത്തെ ഞാനല്ല ഇന്നത്തെ പ്രസംഗം നല്ലതാണ് എനിക്കൊക്കെ തോന്നിയാൽ പോരാ. കർത്താവ് സ്വർഗത്തിൽ പറയണം, നീ എൻ്റെ വചനമാണ് പ്രസംഗിച്ചത്, നീ നിത്യജീവൻ്റെ വചനമാണ് പ്രസംഗിച്ചത്. ആരാധന എന്നെയാണ്, ഞാനാണ് പറയേണ്ടത്. ആരാധന നല്ലതായിരുന്നു. നിങ്ങൾക്ക് മോശമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം നല്ലതല്ലാത്തതുകൊണ്ട്. ഈ സഭ ദൈവത്തിൻ്റെ സഭയായത്. ഇതിനകത്ത് എന്ത് നടക്കും ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുള്ള മുൻവിധിയും തെറ്റിദ്ധാരണകളും ദൈവമഹത്വത്തിനായിട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ കാത്തിരിക്കണം. ദർശനത്തിനൊരു അവധിയുണ്ട്, അത് വരും. ഹല്ലേലൂയ. ആരെങ്കിലും തലയ്ക്ക് വെച്ച് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ദൈവം അയച്ചിട്ട് വന്നാൽ പറയും, എങ്ങനെ നീ മാനസാന്തരപ്പെടണമെന്നും നിൻ്റെ ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ വരുത്താനുണ്ടെന്നും എങ്കിലും എൻ്റെ അനുഗ്രഹത്തിന്. അതൊക്കെയാണ് ദൈവത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ പ്രവചനം. അതല്ലാതെ അമേരിക്ക കാണുന്നു, ഫ്ലൈറ്റ് കാണുന്നു, ഇതൊന്നും പുതിയ നിയമത്തിൻ്റെ പ്രവചനമല്ല. ഹല്ലേലൂയ. വലിയ പ്രവാചകൻ അഗബോസ് വന്നിട്ട് പൗലോസിനോട് പ്രവചിച്ചു. അദ്ദേഹത്തിന് ഉത്തരീയം എടുത്തിട്ട് അദ്ദേഹത്തെ പിടിച്ച് കെട്ടി. ഇതുപോലെ യെരൂശലേമിൽ പ്രവാചകനാണ്, ഇതാണ് പ്രവചനം. യെരൂശലേമിൽ ഇവൻ കഷ്ടത അനുഭവിക്കുന്നത് വിളിച്ചു പറഞ്ഞു. എല്ലാവരും കരഞ്ഞു പോകല്ലേ. പ്രവാചകൻ പറഞ്ഞില്ല പോകല്ലേ എന്ന്. വരാൻ പോകുന്ന കാര്യം പറഞ്ഞത് പോകരുതെന്നല്ല എൻ്റെ അർത്ഥം. ഒരു 21 ദിവസം ഉപവസിക്കാം, എന്നിട്ട് നമുക്കൊരു വിടുതൽ കിട്ടട്ടെ. പൗലോസ് നിങ്ങളിങ്ങനെ കരഞ്ഞ്, നിങ്ങളിങ്ങനെ വിലപിച്ച് എന്നെ യാത്രയാക്കുന്നത്, എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. കഷ്ടം സഹിപ്പാനും അടികൊള്ളാനും മാത്രമല്ല, മരിപ്പാനും ഞാൻ തയ്യാറാണ്. അഗബോസ് പോകരുതെന്ന് പറഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞ ദൈവം ഒരുക്കിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. ഒരുങ്ങിക്കോളാൻ പറഞ്ഞു, ഓടിക്കോളാൻ പറഞ്ഞു, ചെന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ഇതാണ് പ്രവചനം. അല്ലാണ്ട് ഒരു 3 ദിവസം ഇരുന്നേക്കാം, ഞാനും കൂടെ അങ്ങ് വന്നേക്കാം, നമുക്കൊന്ന് കൈയടിച്ചിരുന്ന് അങ്ങ് മാറ്റിയേക്കാം. പുതിയ നിയമത്തിൻ്റെ പ്രവചനം ഇതല്ല. ക്രിസ്തു നിമിത്ത ജീവനെ കൊടുക്കാൻ പറഞ്ഞു വിടുന്നതാണ് പുതിയ നിയമത്തിൻ്റെ പ്രവചനം. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി ജീവനെ കൊടുക്കാൻ പറഞ്ഞു വിടുന്നതാണ് പുതിയ നിയമത്തിൻ്റെ പ്രവചനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കണം. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാണോ? എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുക, ഞാൻ വിശ്വസിക്കുന്നു, സംഭവിക്കും. കർത്താവ് വന്നില്ലെങ്കിൽ അത് സംഭവിക്കും. അടുത്ത ഒരു പാവം. ഹല്ലേലൂയ. ഭയം, ആശങ്കകൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഭയം. എന്താ എങ്ങനെ പെന്തക്കോസ്തുകാരായി നമുക്ക് വല്ല ഭയമുണ്ടോ? നമുക്ക് സാത്താനെപ്പോലും ഭയമില്ല. ഇതാണ് പറയുന്നത്, അകത്ത് നിറച്ചു ഭയമാണ്. ഒരു നല്ല സൈക്കാട്രിസ്റ്റ് ഉപബോധ മനസ്സിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരട്ടെ. ഭയങ്ങൾ കൊണ്ട് നാളെയെക്കുറിച്ച് ഉത്കണ്ഠ, ആകുലത, വേദന, ചിരിക്കാൻ കഴിയാത്തൊരു വ്യക്തി ഭയത്തിനകത്താണ്. സന്തോഷിക്കാൻ കഴിയാത്തൊരു വ്യക്തി ഭയത്തിനകത്താണ്. എബ്രായർ 13:5-6 വാക്യങ്ങൾ ഇനി വായിക്കേണ്ട, ഞാൻ പറഞ്ഞുവിടാം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല, അനാഥരായി വിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നിട്ട് പറയാം, ആകയാൽ കർത്താവിനിക്ക് തുണ. മനുഷ്യനോട് എന്ത് ചെയ്യും? ധൈര്യമായിട്ട് നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയണം, കർത്താവിൻ്റെ കൂടെയുണ്ട്.
മനുഷ്യന് സദൃശവാക്യം പറയുന്നത് മാനുഷിക ഭയം വലിയൊരു കെണിയാണ്. ആ വാക്യം ഒന്ന് വായിച്ച മോനെ. ഇപ്പോൾ സദൃശവാക്യം 29-25. യഹോവയിൽ ആശ്രയിക്കുന്നവന് ഭയമില്ല. ഭയമുള്ളവൻ ദൈവത്തിൽ ആശ്രയമില്ല. ഭയമുണ്ടെന്നുള്ള തെളിവ് ഒരു വാക്യം കൊണ്ട് വായിക്കാം. റോമാലേഖനം എടുത്ത് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം, റോമർ 8. അതുകൊണ്ട് വായിച്ചിട്ട് ഞാൻ വേഗത്തിലൊരു വാക്യം കൊണ്ട് വായിച്ചിട്ട് ഉപസംഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ പിന്നെ 36 മുതൽ ഒന്ന് വായിച്ച്. അല്ല മോനെ, അതിൻ്റെ 35 മുതൽ. പൂർണ്ണ ജയം. ഹല്ലേലൂയ. ഇതാണോ? എങ്ങനെ? കഷ്ടത ഇഷ്ടമില്ലാത്തവരാരുണ്ട്? ഭയക്കുക, കഷ്ടതയെ, സങ്കടം. അയ്യോ, ദൈവം സങ്കടം തരുന്ന ദൈവമാണോ? പൗലോസ് പറയുക, സങ്കടമോ ഉപദ്രവം, 4 വശത്തുനിന്ന് ഉപദ്രവം ധൈര്യത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുക. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റൻ്റെ യേശുവെ പോ ആക്കിടുന്നെന്നെ. ഹല്ലേലൂയ. യേശുവെ പോലെ ആക്കാനായത്. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുക, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെ പൂർണ്ണ ജയം. ഭയമില്ല, ആശങ്കയില്ലാത്ത ജീവിതം, കഷ്ടതയെ സ്വീകരിക്കുന്ന ഹൃദയം, പട്ടിണിയെ സ്വാഗതം ചെയ്യുന്ന ഹൃദയം, അതിനകത്ത് സന്തോഷിക്കുന്ന ഹൃദയം. അതില്ലാത്തവൻ ഭയത്തെ, കഷ്ടതയെ ഭയക്കുക, പട്ടിണിയെ ഭയക്കുക, ഹല്ലേലൂയ, ബുദ്ധിമുട്ടിനെ ഭയക്കുക, ഉപദ്രവങ്ങളെ ഭയക്കുക. ജയം ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കൂടെ വെറുതെ പറഞ്ഞു പോകാം മോനെ. റോമർ 12:11 വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ എത്താം. റോമർ 12:11. മതി. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. ഹലോ, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളായി? അന്നത്തെ ഉത്സാഹം ഇപ്പോൾ ഉണ്ടോ? ആത്മാവിൽ എരിവ് കൂടിയോ? ഇപ്പൊ സ്തോത്രത്തിന്റെ പവർ കൂടിയോ? ഇപ്പൊ കണ്ണിന്റെ തിളക്കം കൂടിയോ? ഇപ്പോൾ ആത്മാവിലെ ഹല്ലേലൂയയുടെ ശക്തി കൂടിയോ? ഉത്സാഹത്തിൽ ഉത്സാഹം വേണം. പിന്നെ എങ്ങനെ? മടുപ്പില്ലാതെ ഉത്സാഹിക്കണം. അലസത എന്ന പാപം ഒരാളിലുണ്ടെങ്കിൽ അവൻ അനുഗ്രഹത്തിൻ്റെ പടിവതുക്കലെത്തത്തില്ല. അവൻ്റെ അനുഗ്രഹം അതോടെ തടസ്സപ്പെടും. ദൈവം നിന്നെ വിളിച്ചതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. എന്താ ഉദ്ദേശം? ഹല്ലേലൂയ. അവർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അതിനൊരു സീരിയസ്നെസ് ഉണ്ട്. ആരാ വിളിച്ചെന്നറിയാമോ? രാജാവാ വിളിച്ചത്. എന്തിനാ വിളിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ഈ വിളിച്ച രാജാവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇവർ ഓരോരുത്തൻ കല്യാണ സദ്യക്ക് വിളിച്ചതാ. കല്യാണ സദ്യക്ക് വിളിച്ചു. കല്യാണം ഒരുങ്ങിയപ്പോൾ ആളെ വെച്ചു. ഒരുത്തൻ പറഞ്ഞു, ഞാനൊരു തോട്ടം വാങ്ങി അത് കാണാൻ പോകുന്നു. എന്തൊരു സീരിയസ്നെസ്സാണ് ദൈവത്തിൻ്റെ വിളിക്ക്. ഞാനൊരു തോട്ടം വാങ്ങി വെള്ളിയാഴ്ച ഞാൻ അങ്ങോട്ട് പോയി. ഹല്ലേലൂയ. പിന്നെ അടുത്തവരെ വിളിച്ചു. എങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 2 കാളയെ വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് വാങ്ങിച്ചു, വിലയൊക്കെ കൊടുത്ത് വാങ്ങിച്ചു, ഒന്ന് നോക്കാൻ പോകണം. ആരാ വിളിച്ചത്? എന്തിനാ വിളിച്ചത്? ആത്മീയ കാര്യങ്ങൾ മറ്റൊരുത്തരും വിളിച്ചപ്പോൾ, അയ്യോ എന്നോട് ക്ഷമിച്ചു കൊള്ളണം, ഞാൻ കല്യാണം കഴിച്ചതേ ഉള്ളൂ. ഇപ്പം ഈ വിരുന്നിന് വരാൻ, കല്യാണം കഴിക്കുന്നവർക്ക് വിരുന്നിന് പോകാനായിട്ട് പുതിയ ചുരിദാറും പുതിയ സാരിയൊക്കെ ഒന്ന് കാണിച്ച് ഒന്ന് അവിടെ നിന്ന് മിനുങ്ങാൻ വേണ്ടി പറയുക. വിളിക്കുന്നതാരാ? ഇതേ അപ്പച്ചൻകുട്ടി പാസ്റ്ററുടെ കൂട്ടായ്മയിലേക്കല്ല വിളിച്ചിരിക്കുന്നത്.
രാജാവിൻ്റെ സ്വർഗീയ വിരുന്നിലേക്ക് വിളിച്ചു. ഈ വിളിയുടെ ഗൗരവം മനസ്സിലാക്കാതെ, ഉത്സാഹമില്ലാതെ, മടുപ്പോടുകൂടെ ദൈവത്തെ മടുപ്പുണ്ടാക്കുന്ന ഒരുപാട് കാര്യം പിശാചുന്നുണ്ടാകും. ഹല്ലേലൂയ. ഈ പറയുന്ന സത്യത്തിൽ ഗൗരവത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് മനസ്സുണ്ടോ? 4 കാര്യം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെ ഒന്ന് ക്രമീകരിച്ച്, ഹല്ലേലൂയ, പാപം നമ്മുടെ വീട്ടിൽ നിന്നും പോകണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്നും കളയണം. ദൈവം പറഞ്ഞു സംഭവിക്കും, ദൈവം പറഞ്ഞത് സംഭവിക്കും. ഹല്ലേലൂയ. ഭയം നമ്മുടെ വീട്ടിൽ നിന്ന് പോകണം. എന്തും വരട്ടെ എന്ന് ധൈര്യത്തോടെ പറയണം. 4, അലസത. ഹല്ലേലൂയ. ഇപ്പം നടക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, നടക്കാൻ ഇഷ്ടമില്ലാത്തത് എന്താ? അലസതയാണെന്നേ. ആ സമയത്ത് വിറകൊക്കെ ചെയ്യാമല്ലോ. എങ്ങനെയെങ്കിലും ഒരു അരമണിക്കൂർ നടക്കാൻ കഴിഞ്ഞാൽ അലസത ശരീരത്തെ നശിപ്പിക്കുകയാവും. അലസത കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇവിടെ നഷ്ടം വരും, ആത്മാവിന് നഷ്ടം വരും. വിളിച്ചത് രാജകീയ വിളിയാ. വിളിച്ചവനെ തിരിഞ്ഞ് മനസ്സിലാക്കണം. അതിനകത്ത് വളരെ ഗൗരവത്തോടുകൂടെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് സഭായോഗത്തിന് വരാൻ. അല്ലെങ്കിൽ നീ നാളെ പുറത്താണ്. നാളെ ആൾക്കാരൊക്കെ എന്താ അവർ സഭയിലില്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അതിൻ്റെ അർത്ഥം ഈ പുസ്തകം പറയുന്ന ദൈവവിളിയെ അവർ അലംഭാവത്തോടെ, ജാഗ്രതയില്ലാതെ കൊണ്ടുപോയി കാണത്തില്ല സഹോദരങ്ങളെ. പിന്നെ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ എങ്ങനെയാ സഭയിലൊക്കെ പോകാമെന്ന് മാത്രം, ഏതെങ്കിലുമൊക്കെ സഭയിലൊക്കെ പോകാം. ശിക്ഷത്വത്തിന് വില കൊടുക്കണം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.